പ്രതിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയ സംഭവത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതി. ഞാറയ്ക്കൽ എസ്.ഐ അഖിൽ വിജയകുമാറിനാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നടപടി ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ അഭിഭാഷകന് നോട്ടീസ് നൽകിയത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. അഭിഭാഷകനല്ല പ്രതിക്കാണ് നോട്ടീസ് നൽകേണ്ടതെന്ന് അറിയില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രതി CIക്കെതിരെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു SIയുടെ നോട്ടീസ്. വിവരങ്ങളുമായി രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. കൃഷ്ണരാജ്, കസ്റ്റഡിയിൽ പോലീസ് ഉപദ്രവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതി നേരത്തെ ഒരു പരാതി ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഞാറയ്ക്കൽ SI അഖിൽ വിജയകുമാർ ഈ പ്രതിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നൽകിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചു. ആ സമയത്താണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഞാറയ്ക്കൽ പോലീസിനെതിരായിട്ട്, ഞാറയ്ക്കൽ SIക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്. ചോദ്യം ചെയ്യാനായിട്ട് പ്രതിയുടെ അഭിഭാഷകന് നോട്ടീസ് നൽകിയത് എന്തിനെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യഘട്ടം മുതലേ ചോദ്യം ഉന്നയിച്ചത്. അഭിഭാഷകനല്ല പ്രതിക്കാണ് നോട്ടീസ് നൽകേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, തെറ്റായ നടപടിയാണത്. 100% തെറ്റായ ഒരു കാര്യമാണ് ഞാറയ്ക്കൽ SI പ്രതിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് നൽകിക്കൊണ്ട് ചെയ്തതെന്നും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. ഇത്തരമൊരു നോട്ടീസ് നൽകാൻ പോലീസിന് എന്താണ് അധികാരം? ഈ ഒരു നടപടി അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CIക്കെതിരെ നൽകിയ പരാതി, പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതിയിൽ അതിന്റെ പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് അഭിഭാഷകനെതിരെ നോട്ടീസ് നൽകാനായിട്ടുള്ള ഒരു നീക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ SI ആയിട്ടുള്ള അഖിൽ വിജയകുമാർ താൻ പ്രതിയുടെ അഭിഭാഷകന് നൽകിയ നോട്ടീസ് പിൻവലിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് 10:55 രാവിലെ 10:55 തന്നെ ആ നോട്ടീസ് പിൻവലിച്ചതായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് അഖിൽ വിജയകുമാർ, അതായത് SI ഈ പറയുന്ന അഭിഭാഷകനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി രേഷ്മ ബാബു.